ഹായ് എല്ലാവർക്കും പച്ചവെള്ളത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പറയുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കുറിച്ച് വന്നിരിക്കുന്ന മുൻവർഷ ചോദ്യങ്ങൾ, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന് കുറച്ച് കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഫിസിക്കൽ സയൻസിൽ നിന്ന് വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റിന്റെ ഒരു സീരീസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും എല്ലാം ഡിസ്കസ് ചെയ്ത് ഫിസിക്കൽ സയൻസിൽ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ മുഴുവൻ മാർക്ക് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മുടെ ഒരു സീരീസ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നതാണ്, അലൂമിനിയത്തിന്റെ അയിര് ഏതെന്നാണ് ചോദിച്ചത്. നമ്മുടെ മെറ്റലർജിയുമായി ബന്ധപ്പെട്ടൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു പാർട്ടാണ്. മെറ്റൽസും അതിന്റെ ഓർസിനെയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ ചോദ്യം എങ്ങനെയാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അലൂമിനിയത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത്. അപ്പൊ അലൂമിനിയത്തെ കുറിച്ച് നമുക്ക് അലൂമിനിയം ഇതുപോലെ തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട എലമെന്റ്സിന്റെ ഒക്കെ PSC ചോദിക്കാറുള്ളതാണ്. അതിൽ അലൂമിനിയം ഒരുപാട് റിപ്പീറ്റേഷൻ വരുന്ന ഒരു ചോദ്യമാണ് അലൂമിനിയത്തിന്റെ പ്രധാന അയിര് അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ അയിര് എന്നുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് പറയുന്നതാണ് ഹേമറ്റൈറ്റ് ഉണ്ട്, ബോക്സൈറ്റ് ഉണ്ട്, കലാമിൻ ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്. അപ്പൊ അലൂമിനിയം ആണ് ചോദിച്ചിരിക്കുന്നത് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാന അയിര് എന്ന് പറയുന്നത്, ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് പറയാം, അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാന അയിര് എന്ന് പറയുന്നത് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ പ്രധാന അയിര് എന്ന് പറയുന്നത് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അപ്പൊ ഈ ഓർസ് അല്ലെങ്കിൽ അയിരുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കുറച്ച് പ്രധാനപ്പെട്ട ഓർസും അതിന്റെ കുറച്ച് കോഡൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അതിലേക്ക് വരികയാണ്. അപ്പൊ ആദ്യം എന്താണ് നമുക്ക് ഓർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു ധാതുവിൽ നിന്ന്, നമ്മുടെ SCERT ഒക്കെ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ, ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും, അപ്പൊ ആ ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കണം. ഒരു ധാതുവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മിനറലിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിന്റെ അയിര് എന്ന് വിളിക്കാൻ സാധിക്കും. ഈ അയിര് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അയിര് എന്ന് പറയുന്നത് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിനറൽ ആണ്, ധാതു തന്നെയാണ്. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയിര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു മിനറൽ തന്നെയാണ്. അപ്പം ആ മിനറൽ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അയിര് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ലോഹത്തെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ഒരു ധാതുവിൽ നിന്ന് ഒരു ലോഹത്തെ വേർതിരിച്ചെടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ ലോഹത്തിന്റെ അയിര് അഥവാ ഓർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഓറിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഓൾ ഓർസ് ആർ മിനറൽസ്. പക്ഷെ എല്ലാ മിനറൽസും എന്തല്ല? എല്ലാ ധാതുക്കളും അയിരുകളല്ല. അത് സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെക്കണേ. നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തിരിക്കുക, എല്ലാ അയിരുകളും ധാതുക്കൾ ആണ്. എല്ലാ അയിരുകൾ എന്ന് പറയുന്നത് എന്താണ്? ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. അങ്ങനെ അയിരാകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ധാതുവിൽ നിന്ന് ഒരു ലോഹത്തെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ സാധിക്കത്തുള്ളൂ? ആ ധാതുവിനെ അയിര് അഥവാ ഓർ എന്ന് വിളിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ചില പ്രധാനപ്പെട്ട അയിരുകളും പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയിരുകളും അഥവാ അവയുടെ ഓർസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ SCERT-ക്കകത്തുള്ള ഒരു ടേബിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ അലൂമിനിയം ആണ്. അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത്, പ്രധാന അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ പ്രധാന അയിര് എന്ന് പറയുന്നതാണ് ബോക്സൈറ്റ് ആണ്. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അലൂമിനിയത്തിന്റെ പ്രധാന അയിര് എന്ന് പറയുന്നതാണ് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിന്റെ രാസസൂത്രം നിങ്ങൾ നോക്കിയേ, Al2O3 2H2 ആണ്. Al2O3 2H2 ആണ് എന്തെന്ന് പറയുന്നത്? ബോക്സൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. അടുത്തത് അയൺ ആണ് അല്ലെങ്കിൽ ഇരുമ്പാണ്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇരുമ്പിന്റെ അയിരുകൾ എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവയാണ് എന്തിന്റെ അയിരുകൾ എന്ന് പറയുന്നത്? ഇരുമ്പിന്റെ അല്ലെങ്കിൽ അയണിന്റെ അയിര് എന്ന് പറയുന്നത്. അയണിന്റെ ലാറ്റിൻ നാമമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അയണിന്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത് ഫെറം ആണ്. അതിൽ നിന്നും Fe എന്ന സിമ്പൽ ആണ് ആർക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? അയണിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇരുമ്പിന്റെ സിമ്പൽ എന്ന് പറയുന്നത് എന്താണ്? പ്രതീകം എന്ന് പറയുന്നത് Fe ആണ്. ലാറ്റിൻ നാമമായ ഫെറത്തിൽ നിന്നാണ് ആ ഒരു സിമ്പൽ വന്നിരിക്കുന്നത്. ഇനി നോക്കുക, ഹേമറ്റൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് Fe2O3 ആണ്. ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3യും എന്നാൽ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് Fe3O3യുമാണ് മാഗ്നറ്റൈറ്റിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. അടുത്ത കോപ്പർ ആണ്. കോപ്പറിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത്
കുപ്രം എന്ന് പറയും. കുപ്രമാണ് കോപ്പറിന്റെ ലാറ്റിൻ നെയിം. അവിടുന്ന് സിമ്പൽ എന്ന് പറയുന്നത് Cu ആണ്. കോപ്പറിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സും കോപ്പർ പൈറൈറ്റ്സ് ആൻഡ് കുപ്രൈറ്റ്. ഇതാണ് കോപ്പറിന്റെ പ്രധാന അയിരുകൾ. കോപ്പർ പൈറൈറ്റ്സിന്റെ രാസസൂത്രമാണ് CuFeS2 എന്ന് പറയുന്നത്. കുപ്രൈറ്റിന്റെ രാസസൂത്രമാണ് Cu2O എന്ന് പറയുന്നത്. Cu2O. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ സിങ്ക് ആണ്. സിങ്ക് ഒക്കെ ഒരുപാട് റിപ്പീറ്റ് ചോദിക്കുന്നത്. ഇത് തന്നിരിക്കുന്ന 4 എണ്ണവും ഈ ടേബിളിൽ തന്നിരിക്കുന്ന 4 എണ്ണവും റിപ്പീറ്റ് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അലൂമിനിയം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സിങ്കിന്റെ കലാമിനൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ സിങ്കിന്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡ്. ഫസ്റ്റ് വൺ ആണ് സിങ്ക് ബ്ലെൻഡ്. SZNS ആണ് വരുന്നത് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ പേരിൽ തന്നെ കിട്ടും സിങ്ക് ബ്ലെൻഡ് എന്നുള്ളത്. പിന്നെ അടുത്ത കലാമിനാണ് വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ഏതാണ്? കലാമിനാണ്. സിങ്കിന്റെ അടുത്ത പ്രധാന അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്. ZnCO3 കലാമിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് ാണ് ZnCO3 ആണ് കലാമിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്. അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് മറ്റു ചില ലോഹങ്ങളും അതിന്റെ അയിരുമാണ് കൊടുത്തിരിക്കുന്നത്. ജിപ്സം നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാൽസ്യത്തിന്റെ പ്രധാന അയിരാണ്, അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ അയിരാണ് എന്ന് പറയുന്നത് ജിപ്സം എന്ന് പറയുന്നത്. സോഡിയത്തിന്റെ ഓർസ് എന്ന് പറയുന്നത് റോക്ക് സോൾട്ട്, ചെലി സോൾട്ട്, പീറ്റർ, ഇതൊക്കെ എന്തിന്റെ അയിരുകളാണ്? സോഡിയത്തിന്റെയാണ്. സിങ്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. കലാമിൻ, സിങ്ക് ബ്ലെൻഡ് ഒക്കെ എന്തിന്റെയാണ്? സിങ്കിന്റെയാണ്. അടുത്ത മാംഗനീസ് ആണ്. പൈറോലുസൈറ്റ് ആണ് എന്തിന്റെ അയിരെന്ന് പറയുന്നത്? മാംഗനീസിന്റെ അയിരെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട അയിരുകളൊന്ന് ഓർത്തു വെക്കാൻ ഒരു കോഡാണ്. അലൂമിനിയത്തിന്റെ അയിരുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ പിള്ളേർ പറഞ്ഞത്? അലൂമിനിയത്തിന്റെ അയിരുകൾ എന്ന് പറയുന്നത് ക്രയോലൈറ്റും ബോക്സൈറ്റുമാണ് അല്ലെ. അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത് ഏതാണ്? ക്രയോലൈറ്റും ബോക്സൈറ്റുമാണ്. അപ്പൊ ഈ ഒരു പടം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ക്രയോൺസിനെ അലൂമിനിയം ബോക്സിലിട്ട് അടച്ചു വെച്ചു എന്ന് ഓർക്കുക. ക്രയോൺസിനെ എന്ത് ചെയ്തു? അലൂമിനിയം ബോക്സിലിട്ട് അടച്ചു വെച്ചു. അപ്പൊ ക്രയോലൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അലൂമിനിയത്തിന്റെ അയിരാണ്. അപ്പൊ അലൂമിനിയത്തിന്റെ 2 അയിരുകൾ ഓർത്തു വെക്കാൻ ഇങ്ങനെ ഓർക്കുക. ക്രയോൺസിനെ അലൂമിനിയം ബോക്സിൽ അടച്ചു വെച്ചു. ഇനി അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് ടിൻ ആണ്. ടിന്നിന്റെ അയിരാണ് കാസിറ്ററൈറ്റ് എന്ന് പറയും. കാസിറ്ററൈറ്റ്. അപ്പം പണ്ടത്തെ ഈ ടേപ്പ് റെക്കോർഡറിന്റെ കാസറ്റ് ഒക്കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്താം. ഫിഗർ വെച്ചൊന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. ടിന്നിന്റെ അയിര് എന്ന് പറയുന്നതാണ് ടിൻ കാസറ്റ് എന്ന് ഓർത്ത് വെക്കുക. ടിൻ കാസറ്റ്. ടിന്നിന്റെ അയിരാണ് കാസിറ്ററൈറ്റ് എന്ന് പറയുന്നത്. ടിന്നിന്റെ അയിരാണ് കാസിറ്ററൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് വനത്തിലെ പെട്രോലൈറ്റ് എന്ന് ഓർത്ത് വെക്കുക. വനേഡിയത്തിന്റെ അയിരെന്ന് പറയുന്നത് ഏതാണ്? പെട്രോലൈറ്റ് ആണ്. വനേഡിയത്തിന്റെ അയിരാണ് പെട്രോലൈറ്റ്. വനത്തിലെ പെട്രോലൈറ്റ് എന്ന് ഓർത്ത് വെക്കുക. വനത്തിലെ പെട്രോലൈറ്റ്. വനേഡിയത്തിന്റെ ഓറാണ് പെട്രോലൈറ്റ് എന്ന് പറയുന്നത്. പെട്രോലൈറ്റ്. വനത്തിലെ പെട്രോലൈറ്റ്. അടുത്തത് മെർക്കുറി ആണ്. നമുക്കറിയാം മെർക്കുറിയുടെ അയിര് എന്ന് പറയുന്നത് ഏതാണ്? സിനബാർ ആണ്. മെസ്സി എന്ന് ഓർത്തു വെക്കുക. മെർക്കുറിയുടെ അയിര് ഓർത്തു വെക്കാനായിട്ട് മെസ്സി എന്ന് ഓർത്തു വെക്കുക. മെർക്കുറിയുടെ അയിര് എന്ന് പറയുന്നത് സിനബാർ. മെർക്കുറിയുടെ ഏറ്റവും പ്രധാന അയിരാണ് ഇത് സിനബാർ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. അവിടെ മെർക്കുറിയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മെർക്കുറിയുടെ അയിര് എന്ന് പറയുന്നത് ഏതാണ്? സിനബാർ ആണ് മെർക്കുറിയുടെ അയിര് എന്ന് പറയുന്നത്. അപ്പൊ മെസ്സി എന്ന് ഓർത്തു വെക്കുക. മെസ്സിയുടെ പേര് നമുക്ക് കിട്ടും മെർക്കുറി സിനബാർ. ഇങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം അത് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട മൂലകങ്ങളുമായി അതിന്റെ പ്രതീകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിമ്പിൾസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. W എന്നത് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? സിമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. W എന്നത് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ വനേഡിയം ഉണ്ട്, ടങ്സ്റ്റൺ ഉണ്ട്, മെർക്കുറി ഉണ്ട്, ടിൻ ഉണ്ട്. ഇതിൽ W എന്ന് പറയുന്നത് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ടങ്സ്റ്റണിന്റെ പ്രതീകമാണ് അല്ലെ. ടങ്സ്റ്റണിന്റെ പ്രതീകമാണ് ആരെന്ന് പറയുന്നത്? W എന്ന് പറയുന്നത്. ഈ ടങ്സ്റ്റണിന്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത് വൂൾഫ്രം എന്നതാണ്. ഈ വൂൾഫ്രം എന്ന ലാറ്റിൻ നാമത്തിൽ നിന്നാണ് ടങ്സ്റ്റണിന് ഏത് പ്രതീകം കിട്ടിയിരിക്കുന്നത്? W എന്ന പ്രതീകം ടങ്സ്റ്റണിന് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട മൂലകങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട എലമെന്റ്സ്, ഈ മൂലകങ്ങളുടെ ഈ സിമ്പിൾ ഒക്കെ നൽകിയിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കുറച്ച് SCERT ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൂലകങ്ങളുടെ സിമ്പിൾസ്, പ്രതീകവുമായി ബന്ധപ്പെട്ട കുറച്ച് SCERT ഫാക്ട്സ് ആണ് നോക്കുന്നത്. ഈ മൂലകങ്ങൾക്ക് ഈ ആദ്യകാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത് മൂലകങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഉപയോഗിച്ചിരുന്നു പറയുന്നത്. എന്നാൽ അതിന് പല പോരായ്മകളും ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള മൂലകങ്ങളുടെ പ്രതീക സമ്പ്രദായം
മോഡേൺ സിമ്പിൾ സിസ്റ്റം, എലമെന്റ്സിന്റെ മോഡേൺ സിമ്പിൾ സിസ്റ്റം ആവിഷ്കരിച്ച സയന്റിസ്റ്റ് ആണ് ബെർസേലിയസ് എന്ന് പറയും. ബെർസേലിയസ്. മൂലകങ്ങളുടെ ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച സയന്റിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? ബെർസേലിയസ് ആണ്. അപ്പൊ ഈ പേര് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. മൂലകങ്ങളുടെ മോഡേൺ സിമ്പിൾ സിസ്റ്റം, ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആര്? ബെർസേലിയസ് എന്ന് പറയുന്നത്. ബെർസേലിയസ് ആണ്. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ചില പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ. ഇതൊക്കെ കണ്ടുപിടിച്ച ആരാണ്? ബെർസേലിയസ് ആണ്. അപ്പൊ ഈ 4 മൂലകങ്ങളുടെ പേര് പഠിച്ചു വെക്കുക. അതിൽ സിലിക്കൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. ഏതൊക്കെയാ പറഞ്ഞത്? സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടെത്തിയത്, ഈ 4 മൂലകങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്ന ആരാണ്? ബെർസേലിയസ് ആണ്. ബെർസേലിയസ്. ഓർത്തിരിക്കുക, മൂലകങ്ങളുടെ ആധുനിക പ്രതീക സമ്പ്രദായം അവതരിപ്പിച്ച വ്യക്തി ബെർസേലിയസ് ആണ്. 4 മൂലകങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് ബെർസേലിയസ് എന്ന് പറയുന്നത്. ബെർസേലിയസ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ചില മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളും സിമ്പിൾസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മൂലകങ്ങൾക്ക് പൊതുവെ അവയ്ക്ക് പ്രതീകം വരുന്നത്, അല്ലെങ്കിൽ പൊതുവെ മൂലകങ്ങളിലേക്ക് പ്രതീകം വന്നിരിക്കുന്നത് അവയുടെ പേരിൽ നിന്നാണ്. പേരിൽ നിന്ന് എങ്ങനെയാ വന്നിരിക്കുന്നത് ചോദിച്ചാൽ, ഒന്നുകിൽ അതിന്റെ ഇംഗ്ലീഷ് നെയിമിൽ നിന്നും, അല്ലെങ്കിൽ അതിന്റെ ലാറ്റിൻ നാമം, അല്ലെങ്കിൽ അതിന്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന്, ലാറ്റിൻ നെയിമിൽ നിന്നൊക്കെയാണ് ഈ മൂലകങ്ങൾക്ക് അവയുടെ പ്രതീകം അല്ലെങ്കിൽ അവയുടെ സിമ്പിൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ചില മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളും SCERT ടേബിൾ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നിന്ന് പല കാര്യങ്ങളും ചോദിക്കുന്നതാണ്. അതിൽ ആദ്യത്തത് കാർബൺ ആണ്. കാർബണിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് C ആണ്. കാർബണിന്റെ സിമ്പിൾ വന്നിരിക്കുന്നത് അതിന്റെ ഇംഗ്ലീഷ് നെയിമായ കാർബണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്സിജന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? O ആണ്. അടുത്ത നൈട്രജൻ ആണ്. നൈട്രജന്റെ സിമ്പിൾ എന്ന് പറയുന്നത് N ആണ് വരുന്നത്. ഹൈഡ്രജന്റെ സിമ്പിൾ എന്ന് പറയുന്നത് H ഉം, സൾഫറിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? S ഉം ആണ് വരുന്നത്. പിന്നെ അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് കാൽസ്യം ആണ്. കാർബണിന് C ഉപയോഗിച്ചു, അപ്പൊ കാൽസ്യത്തിന് വീണ്ടും C ഉപയോഗിക്കാൻ പറ്റില്ല. കാൽസ്യത്തിന് ആദ്യത്തെ 2 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് CA ആണ് കാൽസ്യത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും അടുത്തൊരു എലമെന്റ് വന്നിരിക്കുക ക്ലോറിൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ക്ലോറിൻ ഓൾറെഡി സിയും CA ഒക്കെ ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് ഈ അടുത്ത് പറഞ്ഞു നോക്കിയാൽ ക്ലോറിന്റെ ആ പേരിൽ നിന്ന് Cl എന്നാണ് അതിന് പ്രതീകം കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്രോമിയം ആണ്. ക്രോമിയത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് Cr ആണ്. Cr. ബ്രോമിന്റെ പ്രതീകം എന്ന് പറയുന്നതാണ് Br ആണ്. ബ്രോമിന്റെ പ്രതീകം. അടുത്ത ബെർലിയം ആണ്. Be ആണ് ബെർലിയത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ബെർലിയം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് മിക്കവാറും ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയയാണ്. ലാറ്റിൻ നെയിമും സിമ്പിളും, ഇതാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. നമ്മുടെ ടങ്സ്റ്റൺ ചോദിച്ചെങ്ങനെയാണ്? ടങ്സ്റ്റണിന്റെ ലാറ്റിൻ നെയിമിൽ നിന്നാണ് ടങ്സ്റ്റണിന്റെ W എന്ന സിമ്പിൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാറ്റിൻ നെയിമും സിമ്പിൾസും പഠിച്ചു വെക്കണം. ആ പ്രധാനപ്പെട്ട മൂലകങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം സോഡിയം ആണ് വരുന്നത്. സോഡിയത്തിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് എന്താണ്? നാട്രിയം എന്ന് പറയും. സോഡിയത്തിന്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത് എന്താണ്? നാട്രിയം ആണ്. ആ നാട്രിയം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നും സോഡിയത്തിന് കൊടുത്തിരിക്കുന്ന പ്രതീകം എന്ന് പറയുന്നത്, സോഡിയത്തിന് നൽകിയിരിക്കുന്ന പ്രതീകം എന്ന് പറയുന്നത്, സിമ്പിൾ എന്ന് പറയുന്നത് Na ആണ്. രണ്ടും പഠിച്ചു വെക്കണം, രണ്ടും ക്വസ്റ്റ്യൻ ആണ്. സോഡിയത്തിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് നാട്രിയം ആണ്. അവിടെ നിന്ന് നൽകിയിരിക്കുന്ന സിമ്പിൾ ആണ് Na എന്ന് പറയുന്നത്. അടുത്തത് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് കാലിയം ആണ്. കാലിയം എന്നതിൽ നിന്ന് നൽകിയിരിക്കുന്ന സിമ്പിൾ ആണ് K എന്ന് പറയുന്നത്. അടുത്ത കോപ്പർ ആണ്. കുപ്രം. കോപ്പറിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നതാണ് കുപ്രമാണ്. കോപ്പറിന്റെ ലാറ്റിൻ നെയിം. ആ കുപ്രം എന്ന ലാറ്റിൻ നെയിമിൽ നിന്ന് നൽകിയിരിക്കുന്ന സിമ്പിൾ ആണ് Cu എന്ന് പറയുന്നത്. Cu. അടുത്തത് അയൺ അഥവാ ഇരുമ്പ്. ഇരുമ്പിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് ഫെറം ആണ്. പ്രതീകം എന്ന് പറയുന്നത് Fe ആണ്. ഇരുമ്പിന്റെ പ്രതീകം എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല, ഇത് കൂടാണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ മെർക്കുറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? മെർക്കുറിയുടെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് ഹൈഡ്രാർജറം ആണ്. ഹൈഡ്രാർജറം എന്ന ലാറ്റിൻ നെയിമിൽ നിന്ന് മെർക്കുറിക്ക് നൽകിയിരിക്കുന്ന സിമ്പിൾ ആണ് Hg എന്ന് പറയും. അതുപോലെ തന്നെ ലെഡ് എന്ന് കേട്ടിട്ടില്ലേ? ലെഡിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് പ്ലംബം ആണ്. ലെഡിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നതാണ് പ്ലംബം. പ്ലംബമാണ്. അവിടെ നൽകിയിരിക്കുന്ന പ്രതീകമാണ് Pb എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ടിന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ടിന്നിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് സ്റ്റാനം ആണ്.
ടിന്നിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നതാണ് സ്റ്റാനമാണ്. പ്രതീകം എന്ന് പറയുന്ന SN ആണ്. പ്രതീകം എന്ന് പറയുന്നത് SN ആണ്. അതുപോലെ ആന്റിമണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ആന്റിമണിയുടെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് സ്റ്റിബിയമാണ്. സ്റ്റിബിയമാണ് ആന്റിമണിയുടെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത്. SB ആണ് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ സിൽവറിനെ കുറിച്ച് അറിയായിരിക്കും. സിൽവർ എന്ന് പറയുന്നത്, സിൽവറിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് അർജന്റം ആണ് സിൽവറിന്റെ ലാറ്റിൻ നെയിം. അതിൽ നിന്ന് നൽകിയിരിക്കുന്ന സിമ്പിൾ ആണ് AG എന്ന് പറയുന്നത്. അതുപോലെ ഗോൾഡ്, സ്വർണം, ഗോൾഡിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് ഓറം, പ്രതീകം അഥവാ സിമ്പിൾ എന്ന് പറയുന്നത് AU ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലാറ്റിൻ നെയിംസും സിമ്പിൾസും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എലിമെന്റ്സ്, ലാറ്റിൻ നെയിംസും സിമ്പിൾസും ഒന്ന് പഠിച്ചു വെക്കുക. അതിൽ മെർക്കുറി, ടങ്സ്റ്റൺ ഇതൊക്കെ ചോദിക്കുന്നതാണ്. ടങ്സ്റ്റന്റെ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ടങ്സ്റ്റണിന്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്നത് വോൾഫ്രം ആണ്. വോൾഫ്രത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന സിമ്പിൾ ആണ് W എന്ന് പറയുന്നത്. W. ഇനി അതുപോലെ കുറച്ച് പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ പേര് വന്നിരിക്കുന്ന ഒരു കഥ എന്താണെന്നുള്ളൊരു സമ്മറിയാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഈ മൂലകങ്ങൾക്ക് സാധാരണയായിട്ട് നമ്മൾ പേര് നൽകുന്നതെന്ന് പറയുന്നത്, മൂലകങ്ങളുടെ പേര് നൽകുന്നതെന്ന് പറയുന്നത് അതിന്റെ പല രീതിയിൽ നൽകാറുണ്ട്. ചില സയന്റിസ്റ്റുകളോടുള്ള സ്മരണാർത്ഥം ആ സയന്റിസ്റ്റുകളുടെ പേരിൽ നിന്ന് പേര് നൽകാറുണ്ട്. ചില സ്ഥലങ്ങളുടെ പേരിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ പേരിൽ നിന്ന് പേര് നൽകാറുണ്ട്. ആകാശഗോളങ്ങളുടെ പേരിൽ നിന്ന് പേര് നൽകാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നാമകരണം നടത്താറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ചില മൂലകങ്ങളും അവയുടെ നാമകരണത്തിന് അടിസ്ഥാനവുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് പൊളോണിയമാണ് വരുന്നത്. പൊളോണിയം കണ്ടുപിടിച്ചതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പൊളോണിയം കണ്ടെത്തിയെന്ന് പറയുന്നത് നമ്മുടെ മാഡം ക്യൂറിയാണ്. പൊളോണിയം കണ്ടുപിടിച്ചെന്ന് പറയുന്ന ആരാണ്? മാഡം ക്യൂറിയാണ് പൊളോണിയം കണ്ടുപിടിച്ചത്. പോളണ്ട് എന്ന രാജ്യത്തിന്റെ പേരിൽ നിന്നാണ് ആർക്ക് പേര് കൊടുത്തിരിക്കുന്നത്? പൊളോണിയത്തിന് ആ പേര് നൽകിയിരിക്കുന്നത്. പോളണ്ട് എന്ന രാജ്യത്തിന്റെ പേരിൽ നിന്നും പേര് ലഭിച്ച മൂലകമാണ് ആരെന്ന് പറയുന്നത്? പൊളോണിയം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്യൂറിയം എന്നൊരു എലമെന്റ് ആണ്. ക്യൂറിയം, മേരി ക്യൂറി അല്ലെങ്കിൽ മാഡം ക്യൂറിയോടുള്ള സ്മരണാർത്ഥം, മേരി ക്യൂറിയോടുള്ള സയന്റിസ്റ്റ് ആണ്, മാഡം ക്യൂറിയോടുള്ള സ്മരണാർത്ഥം നൽകിയിരിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ക്യൂറിയം എന്ന് പറയുന്നത്. അടുത്ത ക്രോമിയം ആണ്. ക്രോം എന്ന വാക്കിൽ നിന്ന്, നിറം എന്ന മീനിങ് ഉള്ള, കളർ എന്ന മീനിങ് വരുന്ന ക്രോം എന്ന വാക്കിൽ നിന്നാണ് ക്രോമിയത്തിന് എന്ത് നൽകിയിരിക്കുന്നത്? ആ പേര് നൽകിയിരിക്കുന്നത്. അടുത്തത് ഇൻഡിഗോയാണ്. അതും ഒരു നിറം തന്നെയാണ്. ഇൻഡിഗോ എന്ന കളറിന്റെ പേരിൽ നിന്ന് പേര് നൽകിയിരിക്കുന്ന എലമെന്റ് ആണ് ഇത് ഇൻഡിയം എന്ന് പറയുന്നത്. ഇൻഡിഗോ എന്ന കളറിന്റെ പേരിൽ നിന്ന് പേര് നൽകിയിരിക്കുന്നതാണ് ഇത് ഇൻഡിയം എന്ന് പറയുന്നത്. അടുത്ത ക്ലോറോ, വീണ്ടും അഗൈൻ കളറുമായി ബന്ധപ്പെട്ട്, നിറവുമായി ബന്ധപ്പെട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ക്ലോറോ എന്ന നിറവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അടുത്ത ആകാശഗോളത്തിന്റെ പേരിൽ നിന്ന്, നെപ്റ്റ്യൂൺ എന്ന ആകാശഗോളത്തിന്റെ പേരിൽ നിന്ന് പേര് നൽകിയിരിക്കുന്ന എലമെന്റ് ആണ് ഇത് നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത്. അതുപോലെ ഭൂമിയുടെ പേരിൽ നിന്ന് പേര് നൽകിയിരിക്കുന്ന മൂലകമാണ് ഇത് ടെലൂറിയം എന്ന് പറയുന്നത്. ടെലൂറിയം ടെല്ലസ് എന്ന ആണ് ഭൂമിയുടെ പേരിൽ നിന്ന് പേര് നൽകിയിരിക്കുന്നതാണ് ഇത് ടെലൂറിയം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സെലീനിയം, കേട്ടിട്ടില്ലേ? സെലീനിയം, ചന്ദ്രന്റെ പേരിൽ നിന്ന് പേര് ലഭിച്ചിരിക്കുന്ന മൂലകമാണ് ഇത് സെലീനിയം എന്ന് പറയുന്നത്. സെലീനിയം. അപ്പൊ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറയുന്നത്. ടെലൂറിയം, ഭൂമിയുടെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ടെലൂറിയം എന്ന് പറയുന്നത്. ഭൂമിയുടെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ടെലൂറിയം. അതുപോലെ ചന്ദ്രന്റെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ഇത് സെലീനിയം എന്ന് പറയുന്നത്. യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിന്റെ പേരിൽ നിന്ന് പേര് ലഭിച്ചിരിക്കുന്ന മൂലകമാണ് ഇത് യൂറോപ്പിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മാത്രമല്ല, ഇത് കൂടുതൽ ഒരുപാട് മൂലകങ്ങൾ, ഇങ്ങനെ പല പേരുകളും പല സ്ഥലങ്ങളും ഒക്കെ പേര് ലഭിച്ച മൂലകങ്ങൾ വേറെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രമാണ് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കൂടെ ഞാൻ കടക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം. ഇത് നമ്മുടെ ഒരു SCERT ഫാക്ട് ആണ്. SCERT ഫാക്ട് ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ബോക്സിനകത്ത് ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ, ആസിഡും ലോഹങ്ങളുടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതെന്ന് പറഞ്ഞൊരു ചെറിയൊരു ബോക്സിനകത്ത് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ലഭിക്കുന്ന വാതകമാണ് ഇത് ഹൈഡ്രജൻ എന്ന് പറയും. ഹൈഡ്രജൻ, ആസിഡും ലോഹങ്ങളും കൂടെ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായി സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആ കാര്യം തന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഒരു ആസിഡിന്റെ പേരും ഒരു ലോഹത്തിന്റെ പേരും ഒക്കെ പറഞ്ഞിവിടെ കൊടുത്തിരിക്കുന്നതാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, ലോഹം എന്ന് പറയുന്ന സിങ്ക് ആണ്. അപ്പൊ HCl-ഉം
ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായി ലഭിക്കുന്ന വാതകം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഹൈഡ്രജൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഹൈഡ്രജൻ. ആൻസർ വരുന്നത് ഹൈഡ്രജൻ ആണ് ഉത്തരം വരുന്നത്. ഈ ഹൈഡ്രജനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന ഒരു ഘടകമാണ്, അല്ലെങ്കിൽ പൊതുവായി കാണപ്പെടുന്ന ഒരു മൂലകമാണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകമാണ് ആര്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് ഒന്ന് വരാം. തന്റെ ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്ന ആരെന്നാ പറഞ്ഞത്? ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. എന്നാൽ ആസിഡും ലോഹവും ചേർന്നുണ്ടാകുമ്പോൾ എന്താണെന്ന് പറഞ്ഞത്? ഹൈഡ്രജൻ ഉണ്ടാകുന്നു. എന്നാൽ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓർത്തിരിക്കുക, ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ലഭിക്കുകയാണ്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു? ഹൈഡ്രജൻ ലഭിക്കുന്നു. എന്നാൽ ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഇതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലഭിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്ത് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് അടുത്തുള്ള സെഷനുകളിലൊക്കെ നമുക്ക് കൂടുതൽ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ കൂടുതൽ ചോദ്യങ്ങളും SCERT ഫാക്ട്സും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യുക. തൽക്കാലത്തേക്ക് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.